നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹാൻഡ് ബാഗുമായി പാർലമെൻറ്റിലെത്തിയ വാർത്ത വലിയ തോതിൽ വൈറലായി മാറിയത്. ഇത് വലിയ രീതിയിൽ തന്നെയാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ രൂക്ഷമായ ആക്രമണം നടക്കുന്ന ഈ സമയത്ത് അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാതെ അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിച്ച് ഒന്നും ചെയ്യാതെ പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയ പ്രിയങ്കയുടെ നടപടിയെയാണ് സമൂഹ മാധ്യമത്തിൽ കർശനമായി അല്ലെങ്കിൽ നിശിതമായി വിമർശിച്ചിരിക്കുന്നത്. വലിയ രസകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിനെ തുടർന്ന് ട്വീറ്റുകളായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരുടെ അഭിപ്രായങ്ങൾ ട്വിറ്ററിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും പുറത്തേക്ക് വരുന്നുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നത് ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധി മുതൽ വഴിയരികിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരൻ വരെ പറയുന്നത് അവിടെ ഓരോന്ന് നടക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നാണ്. നിങ്ങൾ പോയി മോദിയോട് ചോദിച്ച് അല്ലെങ്കിൽ മോദിയോട് സംസാരിച്ച് ഇതിന് തീർപ്പാക്കാൻ പറയൂവെന്ന് അവർ അഭിപ്രായപ്പെടുമെന്നുള്ള ചില ട്വീറ്റുകൾ പുറത്തു വരുന്നുണ്ട്. എന്നിട്ട് ഇതേ പാർട്ടിക്കാർ തന്നെ നാട് മുഴുവൻ പലസ്തീൻ ഐക്യദാർഢ്യം നടത്തും, സോഷ്യൽ മീഡിയയിൽ ഗസയ്ക്ക് വേണ്ടി മെഴുകും, നേതാക്കൾ പരസ്യമായി ഹമാസിനെ ന്യായീകരിക്കും, ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണമെന്ന് പറയും, പാർലമെൻറ്റിൽ പലസ്തീൻ ബാഗ് തൂക്കിക്കൊണ്ടുവരും. ഇങ്ങനെയുള്ള നിരവധി ട്വിറ്റർ സന്ദേശങ്ങളാണ്, ട്വിറ്റർ കമൻസാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കമൻറ്റ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത അഭിനേത്രി പ്രീതി സിൻഡയുടെ ഒരു കമൻറ്റാണ്. അവർ ഇതൊന്നും പരാമർശിക്കാതെ ഒരു ഒറ്റ വാക്കിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രീതി സിൻഡയുടെ ട്വിറ്റർ മെസ്സേജ് ഞാനൊന്ന് വായിക്കാം. സപ്പോർട്ട് ദി കൺട്രി യു ലിവ് ഇൻ ഓർ ലിവ് ഇൻ ദി കൺട്രി യു സപ്പോർട്ട് എന്നാണ് പ്രീതി സിൻഡയുടെ ട്വീറ്റ്. അതായത് ഒന്നുകിൽ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്ന രാജ്യത്ത് പോയി താമസിക്കുക എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു വിമർശനം നൽകിയിരിക്കുകയാണ്. വിമർശനാത്മകമായ ഒരു മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. തോട്ട് ഓഫ് ദി ഡേ എന്നൊരു ഹാഷ്ടാഗിലാണ് പ്രീതി സിൻഡയുടെ ഈ ശ്രദ്ധേയമായ ഒരു ട്വീറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നിമിഷങ്ങൾക്ക് തന്നെ വൈറലായി മാറിയിരിക്കുന്നു, വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നു. കാര്യം ഇന്നലെ എല്ലാ ഭാരതീയരെയും ഒരുപോലെ വിഷമിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. കാര്യം ബംഗ്ലാദേശിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസക്കാലമായി അവിടെ നടക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ നടക്കുന്ന ക്രൂരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പോൾ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്നു. അവിടുത്തെ ഇസ്കോൺ അടക്കമുള്ള ഹൈന്ദവ സമൂഹങ്ങൾ വലിയ രീതിയിലുള്ള വേട്ടയാടപ്പെടലിനാണ് ഇരയാകുന്നത്. അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പലസ്തീനാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ രാജ്യത്തിന് വേണ്ടി ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് തണ്ണിമത്തൻ്റെ പടവൊക്കെയുള്ള ഒരു ബാഗുമായിട്ടാണ് ഇന്നലെ അവർ പാർലമെൻറ്റിലേക്ക് എത്തിയത്. അത് വന്ന നിമിഷം മുതൽ തന്നെ വലിയ രീതിയിൽ വിമർശനമായി മാറിയിരുന്നു. തത്വമയി ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് കൃത്യമായി റിപ്പോർട്ടുകളും അത് സംബന്ധിച്ചുള്ള അനാലിസിസ് വാർത്തകളും ഒക്കെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ട്വീറ്റുകൾ, പല തരത്തിലുള്ള ട്വീറ്റുകൾ ഇതിനെ വിമർശിച്ചു കൊണ്ടുവരുന്നത്. അതിൽ ഏറെ ശ്രദ്ധേയമായൊരു ട്വീറ്റാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. പ്രശസ്ത നടിയും മോഡലും അതുപോലെ എഴുത്തുകാരിയും ഒക്കെയായ പ്രീതി സിൻഡ, അവരുടെ ഒരു ട്വീറ്റ്, അവർ ഒരു ഒറ്റ വാക്കിലാണ് ഈ ട്വീറ്റ് നടത്തിയിരിക്കുന്നത്. പറയാതെ പറഞ്ഞുകൊണ്ട് അവർ പ്രിയങ്ക ഗാന്ധിയെ നിശിതമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ പിന്തുണയ്ക്കുന്ന രാജ്യത്ത് പോയി താമസിക്കുന്ന രീതിയിലുള്ള ഒരു ട്വീറ്റാണ് ഈ പ്രീതി സിൻഡ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇത് വന്ന നിമിഷങ്ങൾ തന്നെ വലിയ വൈറലായി മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിരവധി ട്വീറ്റുകൾ ഇപ്പോൾ ട്വിറ്ററിൽ ഇതിനോടകം വലിയ പ്രതിഷേധാത്മകമായി വൈറലായി മാറുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു നിലപാടിനെ തുടർന്നുള്ള ഒരു പ്രതിഷേധം കനക്കുമെന്ന് തന്നെയാണ് സൂചന. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.